മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പിടിവലി മുറുകുന്നതിനിടെ കോൺഗ്രസ് ക്യാമ്പിനെ വിട്ടിലാക്കി എംഎൽഎമാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന രഹസ്യരേഖ പുറത്ത്. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫും സന്ദീപ് വാര്യരും അടക്കം അനുകൂലിച്ചത് കെ.സി. വേണുഗോപാലിനെ എന്ന് രേഖയിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ വ്യക്തമായ നിലപാട് അറിയിച്ചിരുന്നുവെങ്കിലും ഉദുമ എംഎൽഎ കെ നീലകണ്ഠന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നില്ല. രേഖയിലുള്ളത് എംഎൽഎമാരുടെ അഭിപ്രായമല്ലെന്നായിരുന്നു എ.ഐ.സി.സി നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ പ്രതികരണം. രേഖയിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വി.ഡി. സതീശനെ അനുകൂലിച്ച് കൂറ്റൻ പ്രകടനങ്ങളാണ് ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ മുറുകുമ്പോൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നത് നാടകീയ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ എ.ഐ.സി.സി നിരീക്ഷകരിൽ ഒരാളായ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ രേഖയുടെ ഭാഗം ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും സന്ദീപ് വാര്യരും അനുകൂലിച്ചത് കെ.സി. വേണുഗോപാലിനെ എന്ന് രേഖയിൽ വ്യക്തം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ രഹസ്യരേഖയിൽ ഉദുമ എംഎൽഎയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ കോളം ഒഴിച്ചിട്ട നിലയിലായിരുന്നു. എന്നാൽ എ.ഐ.സി.സി നിരീക്ഷകർക്ക് മുന്നിൽ വ്യക്തമായ നിലപാട് അറിയിച്ചിരുന്നുവെന്ന് കെ നീലകണ്ഠൻ പറഞ്ഞു. ജനഹിതം മാനിച്ച് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കണമെന്ന് കൃത്യമായ ഹൈക്കമാൻഡ് എന്നോട് ധരിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ എനിക്കറിയില്ല. പത്രങ്ങളിൽ വരാനുള്ള ഇതിനകത്ത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് 2 പേര് പോയിട്ടുണ്ട്. അപ്പൊ നമ്പർ 1 ആവില്ല. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ നൽകിയ രഹസ്യരേഖ പുറത്തുവന്നത് ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കുകയാണ്. എന്നാൽ രേഖയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. എനിക്ക് ആ പേപ്പറിന്റെ അതിൻ്റെ വസ്തുനിഷ്ഠയെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ പേപ്പറാണോ എന്ന് എനിക്കറിയില്ല. എന്താ എഴുതിയതെന്നും എനിക്കറിയില്ല. രേഖ വിവാദമായതോടെ വിശദീകരണവുമായി മുകുൾ വാസ്നിക്കും എത്തി. I am aware about the photograph. I have seen it and that is not reflecting the position. It is incorrect. It is not based on facts. വി.ഡി. സതീശനെ അനുകൂലിച്ച് ഇന്നും കൂറ്റൻ പ്രകടനങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. വീടിനെ സ്നേഹിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും. ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇതിൽ ലീഗുകാരുണ്ട്, CPM-കാരുണ്ട്, മറ്റു പാർട്ടിക്കാരുണ്ട്. അവരൊക്കെ ഒറ്റ ലക്ഷ്യം വി.ഡി. സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ്. നമുക്ക് ജോലി ചെയ്തവർ വേണ്ടേ നമ്മളെ കേരളം നയിക്കേണ്ടത്. കാര്യം ഉണ്ടാവും. വി.ഡി. സതീശൻ മന്ത്രിയായിട്ട് വരും. പാർട്ടി വളരും, ഒരു സംശയം വേണ്ട. കാരണം ഇത്രയും ആർജമുള്ള ഒരു നേതാവ് ആരുണ്ട്? ഇലക്ഷൻ വരുന്നത് പറയാണ്. ഈ ഇലക്ഷനിൽ ഉജ്ജ്വല ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ വരവാസോ? കെ.സി. പറഞ്ഞോ? ആർ.സി. പറഞ്ഞോ? അല്ല ഏത് നേതാവ് പറഞ്ഞോ? തിരുവനന്തപുരത്തെ പ്രകടനത്തിനിടെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സുകൾ പ്രവർത്തകർ വലിച്ചു കീറി. കടുത്തുരുത്തിയിൽ സതീശൻ അനുകൂലി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് പ്രതിഷേധിച്ചത് പരിഭ്രാന്തി പരത്തി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ആലുവയിൽ മൈക്ക് അനൗൺസ്മെന്റും പ്രകടനവും നടന്നു. ഒരു ഡസനിലധികം മന്ത്രിമാർ തോൽക്കുന്നതോ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കേരളത്തിന്റെ തന്റേടമുള്ള കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ അതും പഠനത്തിന് നായകനാകും. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിലും കെ.സിക്കെതിരായ ഫ്ലക്സ് ഉയർന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും കെ.സി. വേണുഗോപാലിനായി ഫ്ലക്സുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്തിന് മുന്നിലെ കെ.സി. അനുകൂല ഫ്ലക്സിൽ കരിയോയിലൊഴിച്ച നിലയിൽ കണ്ടെത്തി. അണികളുടെ പരസ്യപ്പോര് തുടരവെ ചേരിതിരിഞ്ഞുള്ള പ്രകടനം നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.